ഹായ്. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് അമ്പലമേട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ മിക്ക ദിവസങ്ങളിലും സിനിമാ ഷൂട്ടിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തൊട്ടേ ഈ സിനിമാ ഷൂട്ടിങ്ങുകൾ ഒരുപാട് കാണാറുണ്ടായിരുന്നു. എനിക്ക് സിനിമകളോടുള്ളൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയത് അവിടെ വെച്ചിട്ടാണ്. ഞങ്ങളൊരു 28 വർഷത്തോളം അവിടെയായിരുന്നു താമസം. ഇപ്പോഴും പുതിയ സിനിമകളൊക്കെ മിക്കതും അവിടെ തന്നെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. കാര്യം ചില സിനിമകൾ കാണുമ്പോൾ അതിൻ്റെ ആ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാര്യം ഇത് ഞാൻ ഒരുപാട് പോയി കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതുപോലെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്. അതുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകാറുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരനും, എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനാണ്, ഞങ്ങളൊരുമിച്ചാണ് ഈ സിനിമ ഷൂട്ടിങ്ങെല്ലാം കാണാൻ പോകാറ്. അങ്ങനെ ഇരിക്കെ അവിടെ വജ്രം സിനിമയുടെ ഷൂട്ടിംഗ് വന്നു. ഞാൻ ITC പഠിക്കുന്ന ടൈമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് ITC പഠിക്കുന്ന ടൈമിൽ ഇതുപോലെ മമ്മൂക്കയുടെ ഒരു ഫൈറ്റ് സീനായിരുന്നു അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 5 ദിവസം ഞാൻ ക്ലാസ് കട്ട് ചെയ്തു. അതായത് ടീച്ചറെ വിളിച്ച് പറഞ്ഞ് ഇതുപോലെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ഷൂട്ടിംഗ് തീരാണ്ട് ഞങ്ങൾക്കിനിയിപ്പോൾ അവിടെ നിന്ന് പോരാൻ പറ്റില്ല, ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ടീച്ചറോട് കള്ളം പറഞ്ഞ് ഞങ്ങൾ ഷൂട്ടിനവിടെ നിന്നു. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള വിഷ്വലാണ് ഇതാ ഈ മേളിൽ കണ്ടോ കേട്ടോ. അതിലാ ഒരു വയലറ്റ് കളർ ഷർട്ടിട്ട് ഞാൻ ഒരു റെഡ് കളർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ചുവന്ന ബനിയൻ, ചുവപ്പും മഞ്ഞ, അതാണ് എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ. ഇതൊരു 3-4 ദിവസം ഉണ്ടായിരുന്നു ഈ ഷൂട്ട്. അത് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി ഞങ്ങളും അവിടെ തന്നെ ഫൈറ്റ് നടക്കുന്ന സ്ഥലമായിരുന്നതുകൊണ്ട് അതിനടുത്ത് തന്നെ ചുറ്റിപ്പറ്റി അങ്ങനെ നിന്നു. ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ITC ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സ്വീകരണമായിരുന്നു കേട്ടോ. കാര്യം ടീച്ചർ പറഞ്ഞ് എന്നെ സിനിമയിലെടുത്തു എന്നൊക്കെ പറഞ്ഞ് മറ്റു കൂട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് പൊക്കി വെച്ചു. പിന്നെ തിയേറ്ററിൽ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഒരു മിന്നായം പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടു.